ഈ സമൂഹത്തിൽ ഒന്നിനുമല്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ചിലതിനൊക്കെ വേണ്ടി സമർപ്പിക്കപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. നിങ്ങൾ അത്തരം ചില മനുഷ്യരെയൊക്കെ പലപ്പോഴും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എത്ര പേരെ അത്തരക്കാർ ജീവിച്ചിരുന്നവരെ നമ്മൾ ഓർക്കുന്നുവെന്നും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ കാണുന്നു എന്നും അവരെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായിന്നിരിക്കട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ റേഞ്ചിനനുസരിച്ച് നമ്മൾ സൗഹൃദം നിലനിർത്തിയിരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ അറിഞ്ഞുടൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. നമുക്കെന്തെങ്കിലും കാശ് വേണോ എന്ന് ചിലപ്പോൾ വിളിച്ച് ചോദിക്കും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യമുണ്ടോ, ഒന്നിനും കുറവ് വരുത്തരുത് എന്നൊക്കെ പറയും. അതൊക്കെ അവർക്ക് കഴിയൂ. അവരുടെ കുറ്റമല്ല. അവർ നിൽക്കുന്ന പ്രതലം, അവർ ജീവിക്കുന്ന സ്ഥലം, അവരുടെ ഒരു സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ എന്തായാലും. പക്ഷേ ചില മനുഷ്യർ അപ്രതീക്ഷിതമായി അവിടേക്കെത്തും. ചിലപ്പോൾ നമ്മളവരെ പ്രതീക്ഷിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും വന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു മൺവെട്ടി എടുത്തുകൊണ്ട് പോയി വഴിയിലുള്ള കുറച്ച് പുല്ലി എത്തിക്കളയുന്നു. ചിലപ്പോൾ ആ ബോഡി കിടത്താനുള്ള മുറി വന്നങ്ങ് വൃത്തിയാക്കുന്നു. ചിലപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഉടൻ തന്നെ തെങ്ങിലേക്ക് ചാടി വലിഞ്ഞു കയറി ഈ പറയുന്ന ടാർപോളിൻ വലിച്ചു കെട്ടുന്നു. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. അത് മരണത്തിൽ മാത്രമല്ല, ജീവിത പ്രതിസന്ധികളിൽ പലപ്പോഴും ഉണ്ട്. നമ്മുടെ വാഹനം എവിടെയെങ്കിലും ചെന്ന് അപകടത്തിൽപ്പെടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഫിസിക്സിൻ്റെ പ്രൊഫസറും കെമിസ്ട്രിയുടെ പ്രൊഫസറും ബയോളജിയുടെ പ്രൊഫസറും ഒന്നുമല്ല ചിലപ്പോൾ ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വലിയ ഉയർന്ന ഡോക്ടറും എൻജിനീയറും ധനാഢ്യനും ഒന്നുമല്ല. ആ കവലയിൽ കടത്തിണ്ണയിലിരിക്കുന്ന ചില മനുഷ്യരാണ്. ചിലപ്പോൾ ചില ഓട്ടോക്കാരാണ്, ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല കഥകളും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം മനുഷ്യരെ കൂടി നമ്മൾ ഹൃദയത്തിൽ ഓർക്കണം. നമ്മുടെയൊക്കെ ജീവിതയാത്രയ്ക്കിടയിൽ ഇതുപോലെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും ഒന്നും പേര് പറയുന്നില്ല. എനിക്ക് ഓർക്കാൻ ഒത്തിരി പേരുണ്ട്. ഞാനത് പറഞ്ഞ് നിങ്ങളെ പറയിക്കേണ്ട കാര്യവുമില്ല. അവരിൽ ഒരുപാട് പേര് മരിച്ചുപോയി. പരലോകം വിജയിപ്പിക്കട്ടെ, അവരുടെ കുടുംബത്തിന് ആശ്വാസമൊക്കെ നൽകട്ടെ. അങ്ങനെയുള്ള ചില മനുഷ്യരെ കൂടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓർക്കണം. അവർക്ക് വേണ്ട ചില ഉപകാരങ്ങൾ ചെയ്യണം, അവരെ സഹായിക്കണം. അവരുടെ മക്കൾക്ക് ചില ഉപകാരങ്ങൾ പഠിക്കുന്നതിനോ കൊച്ചുമക്കൾക്കോ ഒക്കെ ചെയ്തു കൊടുക്കണം. അതൊന്നും വേറെന്തെങ്കിലും പറഞ്ഞല്ല, ആ സ്നേഹത്തിൻ്റെ ഭാഷ്യമെന്നോണം. നമ്മുടെ പറമ്പിൽ കിടന്ന് ഒരുപാട് പണിയെടുത്തവർ, നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തവർ, നമ്മളെ ചില നിർണായക ഘട്ടങ്ങളിൽ ഓടിവെത്തി സഹായിച്ചവർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാനൊരു അസീസിനെ കണ്ടു. അവരൊക്കെയാണ് അംഗീകരിക്കപ്പെടേണ്ടത്, അവരൊക്കെയാണ് ആദരിക്കപ്പെടേണ്ടത്. അല്ലാതെ വെള്ളാപ്പള്ളിയും ഏതെങ്കിലുമൊക്കെ മൗലവിമാരും അല്ലെങ്കിൽ മറ്റേതിൻ്റെ പ്രമാണിയും ഒന്നുമല്ല. ഇത്തരം ചില നിഷ്കളങ്കരായ മനുഷ്യരെ. കഴിഞ്ഞ ദിവസം മനോരമയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. കല്ലറ തുറക്കാൻ വേണ്ടി കോഴിക്കോട് നിന്നുള്ള ഒരു സംഘമാണ് ഇവിടെ വാണിയപ്പാറയിൽ എത്തിയിരിക്കുന്നത്. ഇൻഫാന്റ് ജീസസ് പള്ളിയിൽ ആ സംഘം നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. അവർ സ്ഥിരമായി ഇതുപോലെ പല സമയങ്ങളിൽ കല്ലറ തുറന്നൊക്കെയുള്ള പരിചയമുള്ള ആളുകൾ കൂടിയാണ്. മാടത്തിൽ അബ്ദുൽ അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അല്ലേ? അതെ അതെ, മഠത്തിൽ അബ്ദുൽ അസീസ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കല്ലറ തുറക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ച് വരുത്തുകയായിരുന്നോ? എങ്ങനെയാണ്? ഞങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ അങ്ങിങ്ങോളമുള്ള ഇതുപോലെ റീപോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ട് 42 വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ഇന്നലെ വിളിച്ച്, ഇന്നലെ 2 ദിവസം മുമ്പേ തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ റെഡിയായി നിൽക്കണമെന്ന്. ഇന്നലെ ഞങ്ങൾ വിളിച്ച് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പം കോഴിക്കോട് നിന്നാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കല്ലറ തുറന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ എത്ര പേരാണ് നിങ്ങളുടെ ഈ സംഘത്തിലുള്ളത്? ഞങ്ങൾ 5 ആളുകളാണ് ഉള്ളത്. അല്ല 6 ആളുകൾ. ഇതെല്ലാവരും ഈ തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്? തീർച്ചയായും എല്ലാവരും വളരെ ഉഷാറായിട്ടാണ്. ഇപ്പോൾ 4231 ബോഡിയാണ് ഈ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് കല്ലറ 20 എണ്ണം. റിഫ മേനോൻ്റെത്, ഹാരിസ്, ഡെയ്സി, അങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി ആളുകളെ ബോഡിയാണ്. എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു മേഖലയിൽ തുടങ്ങി? ഞാൻ 42 വർഷമായി. നിങ്ങളെല്ലാ ബാക്കിയുള്ളവർ ഏതാണ്ട് 3 വർഷമായി ഞങ്ങളെ കൂടെ ആയിട്ട്. 3 വർഷമായി. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കല്ലറ തുറക്കുന്നതിന്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഇതിൽ ഒരു പ്രൊസീജിയറും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവർ കാണിച്ചു തന്ന സ്ഥലത്ത് ഞങ്ങൾ കല്ലറ തുറക്കണ്, ആ ബോഡി എടുത്തിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം, അല്ലെങ്കിൽ റീപോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്താണോ പറയുന്നത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെന്താ പറയുന്നത്, അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയും ഒരുപാട് തവണ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു കല്ലറ അല്ലെങ്കിൽ ഒരു കബറൊക്കെ കുഴിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതൊക്കെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ആശങ്കയോ പേടിയോ? ഒരു ആശങ്കയില്ല. ഒരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിക്കാനാണ്? നമ്മൾ ഒരു മൃഗമൊക്കെ ആണെങ്കിൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്യുമോ, അല്ലെ വേറെ എന്താണ്? ഇതാരെന്ത് ചെയ്യാൻ? ഇത് മരിച്ചു കിടക്കുന്ന ഒരു ബോഡിയല്ലേ, അതൊന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ എടുക്കണം, നമ്മൾ പോലീസിനെ നല്ല രീതിയിൽ സഹായിക്കണം. ഇതാണ്, ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളുടെ പേരെന്താ? എൻ്റെ ഒരു സിദ്ദിഖ്, ഇത് കോഴിക്കോട് തന്നെ. കോഴിക്കോട്. അപ്പോൾ എങ്ങനെ ഇത് മുൻപൊക്കെ എത്ര എക്സ്പീരിയൻസ് ഒരുപാടുണ്ടോ? എക്സ്പീരിയൻസ് നമ്മൾ അസിസ്റ്റാണ് ഞങ്ങളെ ബോസ്. നിങ്ങൾ അവരെ പുള്ളിയെ സഹായിക്കുക? സഹായിക്കും. ഞങ്ങൾ ഈ ഓടിയ കൂടുതലുണ്ടാവും. ഹാങ് ചെയ്ത 8 ദിവസവും 10 ദിവസം പോയിക്കുള്ള. പിന്നെ നമ്മൾ സരോവരുണ്ടേനു, സരോവരത്തൊരു വിജയ നിരോധനം ഉണ്ടേനു. പിന്നെ നമ്മളെ വയനാട് മുണ്ടക്കി ചുരമലുണ്ട് 8 ദിവസം ഉണ്ടേനു. അപ്പോൾ ഇത്തരം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നിങ്ങളല്ലേ? എല്ലാവരും ഇതിപ്പോൾ എങ്ങനെയാണ് തുറന്നെടുക്കുമ്പോൾ ഒരു അഴുകിയ നിലയിലൊക്കെ ആണെങ്കിൽ അത് എടുത്ത് മാറ്റി വയ്ക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും? നമ്മുടെ സാധാരണ ഇപ്പോൾ ബോഡി എടുക്കുന്നൊന്നും നമുക്കൊരു കായകതയല്ല. സ്മെല്ല് കാര്യങ്ങളൊന്നും നമുക്ക് വിഷയമല്ല. അതൊക്കെ എക്സ്പീരിയൻസ് ആയി. ദൈവത്തിനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എങ്ങനെ? ദൈവത്തിനുള്ളൊരു ഇഷ്ടം, അതായത് നാട്ടുകാർക്ക് ഒരു പൊതുവെ ഒരു സേവനം ആരും ചെയ്യാത്തതാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് കയറുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും, പെട്ടെന്ന് പിന്നെ ഞാൻ അതിൻ്റെ സ്മെല്ല് കിട്ടില്ല നമുക്ക്. പിന്നെ നമ്മൾ സേവനം ചെയ്യാന്നുള്ളൂ. അതിന് ദൈവം നമുക്കൊരു പ്രതിഫലം നമുക്ക് തരുന്നുള്ള പ്രതീക്ഷ. വേറെ ആളും ഒരു ഉറുപ്പ്യ വാങ്ങുന്നില്ല. ഒരു കംപ്ലീറ്റ് സൗജന്യ സേവനമാണ്. ഫുൾ ഇത്രയും കാലം നിങ്ങൾ ചെയ്തതൊക്കെ സൗജന്യമായി? തീർച്ചയായിട്ടും ഒന്നും വാങ്ങുന്നില്ല. എങ്ങനെയാണ്? ഒരു രൂപ ഇവിടുന്ന് വാങ്ങില്ല, ഒരു രൂപ പോലും വാങ്ങില്ല. ഫുൾ ചിലവ് നമ്മൾ, വണ്ടി പൈസ, എണ്ണ ഒക്കെ നമ്മൾ തന്നെ. പിന്നെ നമ്മൾ നാട്ടുകാരാണ് സേവനം ഫുൾ. എന്താ പറയുക, സപ്പോർട്ട്. ഞാൻ പയ്യോളിയാണ്, വീട് പയ്യോളിയാണ്. തികച്ചും ഒരു സാമൂഹ്യ സേവനം മാത്രം. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെ സഹായിക്കും. ഏത് മാറി നാരായണ നമ്മൾ സഹായിക്കാം. വേറെ പോലീസ് അവിടെ വിളിച്ചാലും നമ്മൾ പോകും. അപ്പോൾ ഏതായാലും കോഴിക്കോട് നിന്നുള്ള സംഘമാണ് ഈ കല്ലറ തുറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തികച്ചും ഒരു സാമൂഹ്യ സേവനം എന്നാണ് അവർ പറയുന്നത്. കണ്ടില്ലേ, അവർ അഴുകിയ മൃതദേഹം അത് എടുക്കാൻ വരുന്ന ആളുകളാണ്. അത് വൃത്തിയാക്കാൻ ഒന്ന് ഓർത്തു നോക്കൂ. ഒരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ ഏതോ ഒരു ലോകത്ത് പുണ്യം കിട്ടുന്നതിന് എന്തു മനുഷ്യരാണവർ. നമ്മളൊക്കെ അവരുടെ മുന്നിൽ ആര്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളും ചിന്തയും സ്വാർത്ഥതയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വേറിട്ട മനുഷ്യരാണ് ഈ സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഇത് കണ്ടപ്പോൾ. സത്യം, അയാൾ പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട് അതിൽ. ശ്രദ്ധിച്ചോ നിങ്ങൾ? മരിച്ചു പോയവരെന്തുപദ്രവം ചെയ്യാനാണ്, എന്തുപദ്രവം ചെയ്യാനാണ്. അത് ഒരിക്കലും മറക്കരുത്. ജീവിച്ചിരിക്കുന്നവർക്കാണ് ദ്രോഹിക്കാനുള്ള അല്ലെങ്കിൽ ചതിക്കാനുള്ള കഴിവൊക്കെ. മരിച്ചു പോകുന്നവർ വെറും പാവങ്ങളാണ്. അതുകൊണ്ട് മോർച്ചറിയിൽ ജോലി ചെയ്യുന്നതും ശ്മശാനത്തിൻ്റെ അടുത്ത് താമസിക്കുന്നതും ഇതുപോലെ കല്ലറ തുറക്കുന്നതും ഒന്നും നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ല. അവർക്കൊന്നും ചെയ്യാനാവില്ല.